ഒരു അമ്മൂമ്മ ഒരു 84 വയസ്സുണ്ട്. അവർക്ക് 2 പേരാണ് അവരെ താങ്ങി പിടിച്ചിരിക്കുന്നത്. വോട്ട് ചെയ്തിട്ട് ഇറങ്ങി വരും. ടി വിക്കാർ ചോദിക്കുന്നു, അമ്മ ഇത്ര പ്രയാസപ്പെട്ട് ഇവിടം വരെ വന്ന് വോട്ട് എന്താ കാര്യം? വളരെ ആവശ്യതയാണ് പാവത്തിൽ. അപ്പോൾ അവർ പറഞ്ഞു, ശാന്തി ചായി, സമാധാനം വേണം, കിടക്കപ്പുറതി വേണം. ദിവസവും അടിപിടി ബഹളം. അതിലെ ആളോട് ഈ പെണ്ണിനെ പിടിച്ചുകൊണ്ട് പോയി എന്ന് പറയുന്നു. കൂടെ ആ അമ്മൂമ്മയ്ക്ക് മനസ്സമാധാനമില്ല. അതുകൊണ്ട് മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ 2 പേര് പിടിക്കിടാൻ പിള്ളേരെ എന്നെ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ വന്ന് വോട്ട് ചെയ്തു. അപ്പോൾ അതൊരു സിമ്പലാണ്. ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് 90കളിലാണ്. അപ്പോൾ ബംഗാളിലെ ബസ്സിൽ നമ്മളുടെ ഇവിടുത്തെ പോലെയല്ല, ആണും പെണ്ണും ഇടകലർന്നിരിക്കാം. സ്ത്രീകളിരിക്കുന്ന സീറ്റിൽ തന്നെ നമുക്കും ഇരിക്കാം. ഞാൻ കേരളത്തിൻ്റെ ഹാങ് ഓവർ ഉള്ളതുകൊണ്ട് ഞാനങ്ങനെ ഇരുന്നിട്ടില്ല കേട്ടോ. പക്ഷെ എല്ലാവരും ഇരിക്കുന്നൊക്കെ ഉണ്ട്. എനിക്കും വേണമെങ്കിൽ ഇരിക്കാം. പക്ഷെ എൻ്റെ ഒരു ചോയ്സ് വേണ്ട. കാരണം നമ്മൾ കേരളത്തിലെ ശീലവുമായിട്ടാണ്. അപ്പോൾ എനിക്ക് മുമ്പിലിരുന്ന സീറ്റിലൊരു സ്ത്രീയുണ്ട്, ഒരു പുരുഷനുണ്ട്. പെട്ടെന്ന് ഒരു നിമിഷം ഈ ബസ് ഓടിക്കൊണ്ടിരുന്നപ്പോൾ ഈ സ്ത്രീ, കൽക്കട്ട നഗരത്തിലാണ്, നമ്മളുടെ ഹൂഗ്ലി നദിക്കൊക്കെ അസാമാന്യ ബിസി, ചൗരങ്കിയൊക്കെ ഉള്ള ഏരിയ. അപ്പോൾ ഈ സ്ത്രീ അതിഭയങ്കരമായിട്ട് ചൂടാകുന്ന ഒരു അടിയും വെച്ച് കൊടുത്തു അയാൾക്ക്. അയാൾ ചാടി എണീറ്റു. എൻ്റെ ഒപ്പം ഇരുന്ന ആൾ അവിടെ നിന്ന് 3-4 പേര് വന്നിട്ട് ഇയാളെ കൈവച്ചു. വലുതായിട്ട് അടിച്ചില്ല, പക്ഷേ അടിയാണ്, ഇങ്ങനെ ഒന്ന് തള്ളുക, അടിക്കുക, അങ്ങനെ ചെയ്തു. ബസ് ഒരു സൈഡിൽ ഒതുക്കി അയാളെ ഇറക്കി വിട്ടു. അപ്പം ഞാൻ ഈ സംഭവം എന്താണെന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഇങ്ങനെ യാത്രയൊക്കെ ചെയ്യാം, പക്ഷേ സ്ത്രീകളെ തൊടാനൊന്നും പാടില്ല. ഇവനങ്ങനെ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ ആ സെക്കൻഡിൽ അടിയാണ്. പോലീസ് സ്റ്റേഷനിൽ പോകുക. നമ്മളുടെ ഇവിടെ ഉണ്ടല്ലോ, പോലീസിൽ എന്തുകൊണ്ട് പോയില്ല, അവിടെ പോകാൻ മനസ്സില്ല, ഞങ്ങൾ തീർത്തോളാം ഈ കേസ്, ഇതാണ്. അപ്പോൾ അത്രയ്ക്ക് സ്ത്രീകളോട് ബഹുമാനം കാത്തു സൂക്ഷിച്ചിരുന്നു. ഞാനീ പറയുന്ന സമയത്ത് അവിടെ ഭരിക്കുന്നത് ജ്യോതിബാസുമാണ്, CPM ആണ്. ബട്ട് സ്ത്രീകളോട് ഒരു പരിഗണന ആ സമൂഹം വെച്ചിരുന്നു. അത് ബംഗാൾ മൊത്തം ഉണ്ടായിരുന്നു. ബംഗാളിൽ തന്നെ ഈ ദേവി ആണല്ലോ, ദുർഗയാണ് അവരുടെ. അല്ലാതെ വിഷ്ണുവോ കൃഷ്ണനോ ക്ലിക്ക് ചെയ്യില്ല അവിടെ. ശരണമയ്യപ്പ എന്നൊക്കെ പറഞ്ഞ് എന്താ എന്ന് ചോദിക്കും. അവരുടെ ദുർഗയാണ്, കാളി, ഇതൊക്കെയാണ്. അപ്പോൾ അവർ സ്ത്രീകൾക്ക് ഒരു പ്രത്യേക സ്ഥാനം കൊടുത്തിരുന്നു. അത് പോയിട്ട് മമതയുടെ കാലത്ത് സംഭവിച്ചു. ആർജിക്കാർ അത് സംഭവിച്ചു, ശരി. അപ്പോൾ ആ കുറ്റവാളികളെ സംരക്ഷിക്കാനായിട്ട് ഇവർ കാണിക്കുന്ന തത്രപ്പാടുണ്ടല്ലോ. സന്ദേശ് ഖാലിയിൽ കൂട്ടബലാത്സംഗം നടന്നു. കൂട്ടബലാത്സംഗത്തിൻ്റെ ഉത്തരവാദി TMCയുടെ നേതാവാണെന്ന് പച്ചയ്ക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ടും അയാളെ സംരക്ഷിക്കാൻ, പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്നിട്ട് വോട്ടൊക്കെ ചെയ്ത് കേട്ടോ ആൾക്കാർ മമതയ്ക്ക്. ബട്ട് ഇതിങ്ങനെ ക്യുമുലേറ്റീവായിട്ട് വന്നിട്ട് മമത ഒരു സ്ത്രീ വിരുദ്ധയാണ്, അല്ലെങ്കിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല ഇവരുടെ കീഴിൽ. അവരുടെ ആൾക്കാരാണ് ഉപദ്രവിക്കുന്നതെങ്കിൽ അവർ ആ ആൾക്കാരെ സംരക്ഷിക്കും, ഈ സ്ത്രീയെ സംരക്ഷിക്കില്ല. ഇങ്ങനെ ഒരു മെസ്സേജ് പോയിട്ടുണ്ട്. ഇതെല്ലാം വെച്ചിട്ട് ക്രമസമാധാനത്തിനുള്ള വോട്ടാണ് ആൾക്കാർ ചെയ്തിരിക്കുന്നത്. ആ അമ്മൂമ്മയാണ് ബംഗാളിൻ്റെ പ്രതിനിധി. അവർ പറഞ്ഞു, ശാന്തി, മനസ്സമാധാനം വേണമല്ലോ, പട്ടിണിയെങ്കിലും അടിപിടിയും ബഹളവും ഇല്ലാതെ കിടക്കണ്ടേ എവിടെയെങ്കിലും, അതിന് വേണ്ടിയിട്ട്. ഇത് മമത ഒരിക്കലും സ്വൈര്യം കൊടുത്തിട്ടില്ല ബംഗാളിന്. എപ്പോഴും അടിപിടി, എന്തിനും അടിപിടി. കേന്ദ്രസേന വന്നാൽ അടിപിടി, പോയാൽ അടിപിടി. ചീഫ് സെക്രട്ടറിയെ വിളിപ്പിച്ചു, അതിനടി. ചീഫ് സെക്രട്ടറി വരണ്ടെന്ന് പറഞ്ഞു, അതിനടി. കേന്ദ്ര സർക്കാർ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അതിനടി. ഒടുവിൽ സുപ്രീം കോടതിയിൽ പോയി ഷൈൻ ചെയ്യും. എന്തെല്ലാം പ്രശ്നങ്ങളാണ് അവരുണ്ടാക്കുന്നത്. അപ്പോൾ ആളുകളുടെ മെൻ്റൽ ബാലൻസ് തന്നെ നശിപ്പിക്കുന്നു.